ഉണ്ടാകുന്നു ദൈവമാണ് അതിന് പിറകെ നമസ്കാരം ഗൈസ്. അപ്പം നമ്മളിന്ന് ആലുവയിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്ന റൂട്ടിലെ ബ്ലോക്കുകളും പിന്നെ ഈ റോട്ടിൽ വണ്ടി ഓടിക്കാൻ അറിയാണ്ട് കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെയായിട്ട് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അതുകൂടാണ്ട് നമ്മൾ ഈ ആലുവ ഭാഗത്തേക്ക് വരുമ്പോൾ ഇപ്പോൾ ആലുവയിൽ നിന്ന് അങ്കമാലിക്ക് പോകുന്ന ഡയറക്ഷനിൽ നമ്മൾ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് നമ്മൾ ആലുവ പുഴ കഴിയാൻ വേണ്ടി ആ പഴയ മാർത്താണ്ഡവർമ്മ പാലം കടക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇപ്പം നമ്മൾ ഈ പാലം കയറി ഇപ്പോൾ ഈ സിഗ്നലിൽ എത്താറായി. ഇനി ആട്ടോ ഇവിടെ നിന്ന് പരിപാടി തുടങ്ങാൻ പോണേ. ഈ സിഗ്നൽ കയറി ഒന്ന് ഇറങ്ങുമ്പോഴേക്കും അവിടെ തുടങ്ങും ട്രാഫിക് ബ്ലോക്ക്. കാരണം ഈ താഴത്തുനിന്ന് മുകളിൽ നിന്നും ഈ 3 ലൈൻ ഹൈവേയിൽ നിന്ന് എല്ലാ വണ്ടിയും വന്നിട്ട് ഈ 2 ലൈൻ ഹൈവേയിലേക്ക് കയറുമ്പോൾ ഉണ്ടാവുന്ന ബ്ലോക്കാട്ടോ. കട്ട ബ്ലോക്കായിരിക്കും മിക്കപ്പോഴും. ഇന്നിപ്പോൾ ബ്ലോക്ക് ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ ഈ റോട്ടിൽ കൂടെ പോകുമ്പോഴുള്ള അനുഭവങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഈ ആലുവ മെട്രോ സ്റ്റേഷൻ്റെ താഴത്തുള്ള സിഗ്നലിലെത്തി. ആ സിഗ്നലിൽ നിന്ന് നമ്മളിങ്ങോട്ട് കയറാൻ പോകുമ്പോഴത്തേക്കും അടുത്ത ഓട്ടോ വട്ടം ചാടി അതിൻ്റെ കൂടെ അടുത്ത വണ്ടി. ഇന്നിപ്പോൾ എന്തായാലും ബ്ലോക്കില്ല, എന്തോ ദൈവഭാഗ്യം എന്ന് പറയാം. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു വൈകുന്നേരം 5 മണി തൊട്ട് ഒരു 8 മണി വരെ എന്തായാലും നമ്മുടെ ഒരു സമയം പോക്കാണ്. ഇപ്പോൾ നമ്മൾ ഈ ആലുവ മാർത്താണ്ഡവർമ്മ പാലം കയറും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു പാലമൊക്കെയാണ്. പക്ഷെ അത് നടുക്ക് ഇതേപോലെ ആ പാലത്തിൻ്റെ ഗ്യാപ്പിലൊന്നും ഫില്ല് ചെയ്യാത്തതുകൊണ്ടാണെന്ന് അറിയാൻ പാടില്ല. ഭയങ്കര ചാട്ടവും കുടുക്കവും എല്ലാം ആയിട്ട്. ഇപ്പോൾ ആ പാലം ക്രോസ് ചെയ്ത് നമ്മളിത് പറവൂർ കവല എത്തല്ല തോട്ടക്കാട്ടുകര ജംഗ്ഷനിലെത്തി കേട്ടോ. ഇവിടെയുണ്ടത് റൈറ്റ് സൈഡ് പോകേണ്ട വണ്ടിയൊക്കെ നിൽക്കുന്നത് റോഡ് നടുക്കാട്ടോ. KL07CH2597 ഈ വണ്ടിയൊക്കെ കിടക്കുന്ന റോഡിൻ്റെ നടുക്കാണ്. അപ്പോൾ ഈ സിഗ്നലിലൂടെ മുമ്പോട്ട് പോകേണ്ട ആൾക്കാർക്ക് പോകാൻ പറ്റാതാക്കുന്ന ഒരു അവസ്ഥയിലാട്ടോ ഇവിടെ വണ്ടികളൊക്കെ ഇവിടെ ഇടുന്നത്. അത് കഴിഞ്ഞ് നമ്മളിത് ഇപ്പോൾ കണ്ടില്ലേ ഒരു ട്രാവലർ തന്നെ, ഒരു സിഗ്നലും ഇല്ല. പുള്ളി ജസ്റ്റ് റൈറ്റിലൊക്കെ ചേർത്ത് പിടിക്കുക. ലെഫ്റ്റ് നോക്കണില്ല, റൈറ്റ് നോക്കണില്ല, ഒന്നും നോക്കണില്ല. ചുമ്മാ അങ്ങ് ചാടി ലെഫ്റ്റിലേക്ക് വീഴുക. അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറവൂർക്കാവിൽ എത്തിയിട്ടോ. ഇവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഫുള്ളും കുറേ ചിപ്സിൻ്റെയൊക്കെ സംഭവങ്ങളാട്ടോ. അങ്ങനെ ആ ചിപ്സിൻ്റെ ഒരുപാട് കടകളുണ്ട് ഇവിടെ. അതിനകത്ത് ഞാൻ കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ 5 സ്റ്റാർ ചിപ്സ് എന്ന് പറഞ്ഞ കടയുണ്ട്. അതാണ് ഞാൻ കുറച്ചും കൂടെ ഇതായിട്ട് പറയത്തുള്ളൂ. ഇവിടെ 5 സ്റ്റാർ പിന്നെ കുറച്ചുണ്ട്, എന്നാലും എൻ്റെ ഒരു ഇതിൽ 5 സ്റ്റാറാണ് നല്ലത്. അങ്ങനെ നമ്മൾ അവസാനം സിഗ്നലിൽ പെട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താവുന്ന അറിയില്ല അവസ്ഥ. ഇനിയിപ്പോൾ നമ്മൾ ഈ സിഗ്നലിൽ നിന്നൊന്ന് മുന്നോട്ട് കയറി വരുമ്പോഴത്തേക്കും റൈറ്റിലേക്ക് തിരിയാനുള്ള വണ്ടി വിട്ടിട്ടുണ്ടാവുക. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇത് ശരിക്കും 2 ലൈനാണ്, പക്ഷെ ഇവിടെ വണ്ടി കിടക്കുന്ന 1, 2, 3, 4 ലൈനിലായിട്ട് ഇവിടെ വണ്ടി കിടക്കുന്നത്. അതിന് മാത്രം സ്പേസ് ഉണ്ട് അവിടെ എന്ന് എനിക്കറിയാൻ. പക്ഷെ 4 ലൈനിലാണ് വണ്ടി കിടക്കുന്നുണ്ട്. അങ്ങനെ 5 മിനിറ്റായി, 2 മിനിറ്റായി, സിഗ്നൽ വീഴുന്നില്ല. ഇത് എല്ലാ ദിവസവും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ രാവിലെ റൂട്ടിലേക്ക് വണ്ടിയായിട്ട് ഇറങ്ങുമ്പോൾ ആരും ചീത്ത വിളിക്കരുത്, അല്ലെങ്കിൽ ഇന്നൊന്നും സംഭവിക്കരുത് എന്ന് പറഞ്ഞാണ് ഇറങ്ങുന്നത്. പക്ഷേ നമ്മളിവിടെ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നെല്ലാം പിടിവിട്ടു പോകും. അതാണ് കാരണം പകുതി മുക്കാൽ ആൾക്കാർക്കും ഇവിടെ വണ്ടി ഓടിക്കാൻ അറിയില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം ലെഫ്റ്റിലോട്ട് പോകേണ്ടവ ലെഫ്റ്റ് കീപ്പ് ചെയ്യേണ്ട റൈറ്റ് പിടിച്ചൊക്കെ പോകുന്നത്. എന്താ ചെയ്യാനാണ്? ഇതിന് ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു ഫൈൻ വയ്ക്കണം, അല്ലെങ്കിൽ ക്യാമറയൊക്കെ വെച്ച് എല്ലാത്തിനും സെറ്റപ്പ് ആക്കി കൊടുക്കണം. പക്ഷെ അതിനുള്ള സെറ്റപ്പ് ആകുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഇവിടുന്ന് അതെ മുന്നോട്ട് പോവാണ്. പക്ഷെ നമുക്കൊരു സെക്കൻഡ് ഗിയറിന് മുകളിലോട്ട് ഇടാൻ പറ്റില്ല. അതേ കണ്ടില്ലേ, ഇപ്പോൾ ഒരു വണ്ടി കണ്ടില്ലേ, റൈറ്റ് സിഗ്നൽ പോലും ഇല്ല. അതേ പുള്ളി റൈറ്റിലേക്ക് കയറ്റി വയ്ക്കുക. അടുത്ത പുള്ളി റൈറ്റ് സിഗ്നൽ ഇല്ല, റൈറ്റിലേക്ക് കയറി വരിക. പുള്ളി മിറർ പോലും നോക്കണമെന്നില്ലെന്ന് തോന്നുന്നത്. ആ വണ്ടിക്ക് മിറർ പോലും ഇല്ല, അത് പറഞ്ഞത്. അത് കഴിഞ്ഞത് നമ്മളൊന്ന് ഇവിടെ എത്തുമ്പോൾ കുറച്ച് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും. ട്രാഫിക്കല്ല, യൂട്ടേണിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മളതൊന്ന് ലെഫ്റ്റ് പിടിക്കുകയാണ്. ലെഫ്റ്റ് പിടിച്ച് പോകുമ്പോൾ അതേ കണ്ടില്ലേ, ബ്രേക്ക് ലൈറ്റും ഇല്ല, ഒരു ലൈറ്റും ഇല്ലാണ്ട് അതേ ഒരു ഓട്ടോറിക്ഷ. ഇതിനൊക്കെ ആരാണോ ടെസ്റ്റ് പാസ്സാക്കി കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്നാലും
ലൈറ്റ് പോലും ഇല്ല, ഹെഡ്ലൈറ്റ് പോലും ഇല്ല വണ്ടിക്ക്. പക്ഷെ ഇനിയിപ്പോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും അവർ അരി മേടിക്കാൻ വേണ്ടിയല്ല ഓടുന്നതെന്ന്. ഈ പാലം കണ്ടില്ല, ഇതിവിടെ സ്പീഡിൽ വരുന്ന വണ്ടി ഒരൊറ്റ ചാട്ടം ചാടും. ഈ പാലം പണിതപ്പുണ്ടായി അപകടമാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. രണ്ട് ഇതൊരു മൂന്നാമത്തെ ചാട്ടം, ഇപ്പം നാലാമത്തെ ചാട്ടം. ഇത് ഏറ്റവും കൂടുതൽ പണി വരുന്നത് നമ്മുടെ ഈ ബൈക്ക് ഓടിക്കില്ലേ, ബൈക്കിൽ വരുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ പണി വരുന്നത്. കാരണം അവർ വരുമ്പോൾ ഈ സംഭവം പെട്ടെന്ന് കാണാം. സഡൻ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിറകെ നിന്ന് വന്ന് വണ്ടി ഇടിക്കും. അവരെന്താ അവർ ആ ഒരു ഫ്ലോയിൽ തന്നെ പോകും. പക്ഷെ എങ്ങാനും സ്കിഡായോ സ്ലിപ്പായോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കയ്യിൽ നിന്ന് പോകും. അങ്ങനെ ഏകദേശം നമ്മൾ ദേശം എത്താറായിട്ടോ. അങ്ങനെ നമ്മൾ ദേശം എത്താറായി. കാരണം ഞാനിപ്പോൾ പോകുന്നത് അങ്കമാലി ഡയറക്ഷനിലൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ദേശം എത്താറായി. ദേശം എത്താറാകുമ്പോഴത്തേക്കും ഇവിടെ കുറേ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട്. ഈ അറേബ്യൻ പാലസ് എന്ന് പറഞ്ഞൊരു പുതിയ കട വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ഡിസൈറാണ്. പുള്ളി മാന്യൻ, അതായത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിൽ കൂടെ കയറിപ്പോയി. പുള്ളിയൊക്കെ വേറൊരു പുള്ളിയാണെങ്കിൽ ഇപ്പോൾ റൈറ്റ് റോഡ് നടുക്കേക്കിടാ പോകുന്നത്. അങ്ങനെ പതുക്കെ നമ്മളൊന്ന് ലെഫ്റ്റിലേക്ക് പിടിക്കുകയാണ്. കാരണം നമുക്ക് പോയിട്ട് വലിയ ധൃതിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ പതുക്കെ പോയാൽ മതി. നമ്മൾ ലെഫ്റ്റ് പിടിച്ച് പോകണേ. പക്ഷെ പലരും അങ്ങനെയല്ല കേട്ടോ, പോവാൻ ധൃതിയില്ലെങ്കിലും അവർ റൈറ്റിൽ കൂടെ തന്നെ പോകുള്ളൂ. അപ്പോൾ ധൃതിയുള്ളവരെ പോലും പോവാൻ വിടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പലരും പോകുന്നത്. ബൈക്കുകാരായാലും ചില കാറുകാരായാലും എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനൊക്കെ ഒരു നല്ല സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഫൈനോ കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ ഇതിനൊക്കെ നല്ല രീതിയിൽ കുറവുണ്ടാകും. കണ്ടില്ല, ആ ലൈനിൽ പോകേണ്ട ചേട്ടൻ പുള്ളി ഈ ലൈനിലേക്ക് വരുന്നത്. ഇൻഡിക്കേറ്ററും ഇല്ല, ഒന്നുമില്ല. പുള്ളി ഇങ്ങനെ ചുമ്മാ ഒക്കെ വെച്ച് കീച്ച് പോകണേ. ഇതാ പറയുന്നത് നമ്മുടെ ഇവിടെ ആർക്കും വണ്ടി ഓടിക്കണം. പക്ഷെ ഇവിടെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നവൻ പുറത്ത് എവിടെയെങ്കിലും പോയാൽ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കും. കാരണം അവിടെ പേടിയുണ്ട്. ഇവിടെ ആർക്കും പേടിയില്ല. അതിൻ്റെയാണ് ഇവർ ഇങ്ങനെയൊക്കെ വണ്ടി ഓടിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എല്ലാ ദിവസവും വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും എറണാകുളം പോയി വരുമ്പോഴായാലും സ്ഥിരം ഈ ബുദ്ധിമുട്ട് ഞാൻ കാണാറുണ്ട്. അല്ല, എനിക്ക് സ്ഥിരം ഈ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. കാരണം സഡൻ ബ്രേക്ക് ഇടുക, ലെഫ്റ്റ് പോകാൻ, ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇല്ലാതെ പോകുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊക്കെ എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവം കേട്ടോ. അങ്ങനെ നമ്മൾ ഓടി ഏകദേശം നമ്മൾ ആ എയർപോർട്ട് ജംഗ്ഷൻ എത്താറായേ. അടുത്ത ഓട്ടോറിക്ഷ. ഇതിന് ലൈറ്റും ഇല്ല, ഒന്നുമില്ല. എനിക്കറിയാൻ പാടില്ല ഇതിപ്പോൾ ഇവർക്ക് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആ വണ്ടിക്ക് എന്നാലും ലൈറ്റും ഇല്ല, ഇൻഡിക്കേറ്ററും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. അതേ കണ്ടോ, പതുക്കെ പോകുന്ന വണ്ടിയാണ് ഈ വണ്ടി. ഇപ്പോൾ പോകുന്ന സെൻട്രൽ സൈഡിൽ കേട്ടോ. പുറകയിൽ അത്യാവശ്യമായിട്ട് പോകുന്ന ഒരാളെയും പുള്ളി കയറ്റി വിടില്ല. നമ്മൾ കുറച്ചു നേരം പാസ് അടിച്ച് നോക്കി, പുള്ളി മാറുന്നില്ല. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സ്കൂട്ടറിൽ രണ്ടുപേര് ഹെൽമെറ്റും ഇല്ല, ഒന്നുമില്ല, ഇൻഡിക്കേറ്ററും ഇല്ല, ഒന്നുമില്ല. പുള്ളി റൈറ്റേ കൂടെ സ്പീഡ് ട്രാക്കിൽ കൂടെ പോകുന്നത്. അതിപ്പോൾ അവർക്കത് പെർമിറ്റബിൾ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. അവർ സ്പീഡ് ട്രാക്കിൽ കൂടെ എന്തായാലും പോകണം. ഇത് പെട്ടെന്നൊരു വണ്ടി, ഹെൽമെറ്റും ഇല്ല, ഒരു തേങ്ങയും ഇല്ല, ചുമ്മാ കയറ്റി വയ്ക്കുക. ഇത് നമ്മൾ ഇടിച്ച് കഴിയുമ്പോൾ ഇവർ പറയുള്ളൂ, അയ്യോ അത് കാറുകാരൻ്റെ തെറ്റാണ്, അയാൾ കാരണം ഇങ്ങനെ ഉണ്ടായെന്നൊക്കെ പറയുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ ബൈക്കിലിടിച്ചാലും അതന്നെ പറയുള്ളൂ, അത് ബൈക്കുകാരനല്ല കാറുകാരൻ്റെ തെറ്റെന്ന് എല്ലാവരും പറയുള്ളൂ. അങ്ങനെയാണല്ലോ. ആ പോകുന്ന ഓട്ടോറിക്ഷയ്ക്കും റൈറ്റിൽ ടെയിൽ ലാമ്പൊന്നുമില്ല. ഇത് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുക്കാൻ കാരണം ഇത് തന്നെയാണ്. നമ്മൾ ഈ റോട്ടിലുണ്ടാവുന്ന പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തത് തന്നെ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ എയർപോർട്ട് ജംഗ്ഷൻ എത്താറായി. എയർപോർട്ട് ജംഗ്ഷൻ എത്തുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ എയർപോർട്ടിലേക്ക് പോകേണ്ട വണ്ടികളെല്ലാം റൈറ്റ് സൈഡ് പിടിച്ച് പോകേണ്ടതാണ്. പക്ഷേ ഈ റൈറ്റ് സൈഡ് പിടിക്കുകയും പിന്നെ നേരെ അങ്കമാലി തൃശ്ശൂർ ഡയറക്ഷനിലേക്ക് പോകേണ്ടവർ ലെഫ്റ്റ് സൈഡ് പിടിച്ച് പോകണമെന്നാണ്. പക്ഷേ ഇവിടെ നടക്കുന്ന അങ്ങനെയല്ല, എല്ലാവരും റൈറ്റ് സൈഡ് പിടിച്ചിരിക്കുക, മൊത്തത്തിൽ ബ്ലോക്ക് ആവുക ചെയ്യാറ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് എയർപോർട്ടിലേക്ക് പോകേണ്ട ഒരു വണ്ടിയാണ്, പക്ഷെ അതിന് പോകാൻ പറ്റുന്നില്ല. അതവിടെ ബ്ലോക്കായി. കാരണം നേരെ പോകേണ്ട ആൾക്കാരെല്ലാവരും ഇവിടെ കിടക്കുക. എന്നാ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. ബ്ലോക്ക്. നേരെ പോകേണ്ട വണ്ടികൾക്കൊക്കെ പോവാം, പക്ഷെ അത് ആരും പോവില്ല. അത് കണ്ട, എല്ലാവരും എന്തോ നോക്കിയിരിക്കുക. അറിയാൻ പാടില്ല. ഇവിടെ ഓൾറെഡി ബോർഡ് വെച്ചിട്ടുണ്ട്, അങ്കമാലി തൃശ്ശൂർ ഫ്രീ വേ ആണ്, അപ്പോൾ കയറി പോകാമെന്നുള്ളൂ. എന്നാലും അവർ ചുമ്മാ അവിടെ കിടന്ന് ബ്ലോക്ക് ഉണ്ടാക്കി ആൾക്കാരെ കൊണ്ടൊക്കെ ഒന്ന് ഹോൺ അടിപ്പിച്ചാൽ എല്ലാവരും മൂവ് ആവുള്ളൂ കേട്ടോ.
ഓക്കെ, അങ്ങനെ നമ്മൾ അത്താണി സിഗ്നലെത്തി. നമ്മുടെ ഫ്രണ്ടിലൊരു BMW പോകുന്നുണ്ട്. എൻ്റെ മോനെ കിട്ടില്ല വണ്ടി കേട്ടോ, ഒരു രക്ഷയില്ല. ഓ അതിൻ്റെ എക്സോസ്റ്റൊക്കെ നോക്കി, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ സിഗ്നലിൽ പാസ്സാകാൻ വേണ്ടി നമ്മൾ കുറച്ച് സ്പീഡിൽ പോകണം. കാരണം ഈ സിഗ്നലിൽ പെട്ടുപോയതാണ്. അപ്പോൾ നമ്മളങ്ങനെ ആ സിഗ്നലും കടന്ന് പിന്നെയും കയറി വരണം. അപ്പോൾ പിന്നെയും ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ട്, നമ്മളെ മേക്കാട് ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികളൊക്കെ ഹൈവേയിലേക്ക് കയറുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഇവരും അതേപോലെ തന്നെ ഇവിടെ നിന്ന് വണ്ടി വരുന്നുണ്ടോ ഒന്നും നോക്കില്ല, ചുമ്മാ അങ്ങ് ചാടി കയറും. ഇതാ കണ്ടില്ലേ, ബ്ലോക്കായി. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികളൊക്കെ പെട്ടെന്ന് വട്ടം കയറും. പിന്നെ കുറേ പേര് സഡൻ ബ്രേക്ക് പിടിക്കും. പെട്ടെന്നൊരു വണ്ടി കാണുമ്പോഴേ അല്ലെങ്കിൽ സഡൻ ബ്രേക്ക് പിടിക്കും. അപ്പം മിക്കപ്പോഴും ഒരു ആക്സിഡൻ്റൊക്കെ ഉണ്ടാവുന്നൊരു സ്ഥലമായിട്ടത്. കാരണം നമുക്കൊന്ന് തേർഡ് ഗിയറിൽ പോലും പോകാൻ പറ്റാത്ത, ഇത് ഹൈവേ എന്നാണ് പറയുന്നത്, പക്ഷെ നമുക്ക് തേർഡ് ഫോർത്ത് ഗിയറിൽ ഈ വഴി പോകാൻ പറ്റുള്ളൂ. നമുക്കൊരു ഫിഫ്ത്ത് ഇടാനുള്ള സമയം കിട്ടൂല. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇടാൻ പറ്റിയേക്കാം, പക്ഷെ എന്നാലും ടാസ്ക്കാണ്. ഇത് കണ്ടില്ലേ, നമ്മളൊന്ന് കയറി വന്നപ്പോഴത്തേക്കും അടുത്ത വണ്ടി വന്നു. ആ വണ്ടി ഇൻഡിക്കേറ്ററും ഇല്ല, ഒന്നുമില്ല. പുള്ളി റൈറ്റ് പിടിച്ച് റൈറ്റിലേക്ക് ആക്കി പോവാം. പിറകിൽ നിന്ന് വരുന്ന വണ്ടിക്കാരനതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇടിഞ്ഞ് മണ്ടയ്ക്ക് കയറും. നമ്മൾ കുറച്ചും കൂടെ മുൻപോട്ട് വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊരു ശരണം ഉണ്ടോ, അതേ കണ്ടോ, ഇൻഡിക്കേറ്ററും ഇല്ല, ഒന്നുമില്ല. പുള്ളി അങ്ങ് വെച്ച് കീച്ച് പോവാം. ഈ ബൈക്കാരൻ കണ്ടില്ലെങ്കിലോ പുള്ളി ഇടിച്ചാൽ വണ്ടി പുറത്ത് കയറും. അങ്ങനെ നമ്മളൊരു ചെറിയ ബ്രേക്കിന് വേണ്ടി നിർത്തിയിട്ട് ഇത് പിന്നെയും വണ്ടി എടുക്കുവാണേ. കാരണം ഈ ബ്ലോക്കിൽ കിടന്ന് വണ്ടി ഓടിച്ച് കാല് ഭയങ്കര വേദനയെടുത്തു. അതും കൂടാണ്ട് വെള്ളം കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഏതാണ്ട് 8:45. ഞായറാഴ്ച ദിവസം ആയതുകൊണ്ടാണെന്നറിയില്ല, തിരക്ക് കുറവുണ്ട്. ഈ പോകുന്ന നൈറ്റ് സർവീസ് ബസ് SBM എന്നാണ് എനിക്ക് തോന്നുന്നത്. ബാംഗ്ലൂർക്ക് പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു. ഈ പോകണം. അതിന് പിറകെ മിന്നൽ കണ്ടില്ലേ, ഇൻഡിക്കേറ്റർ ഒന്നുമില്ല. ഇതാണ് ഗവൺമെൻറ് ബസ് വണ്ടിക്ക് എന്തും ആവാം. ഇപ്പോൾ ആ പുള്ളി പോയാണ്ടില്ലേ, ഇൻഡിക്കേറ്റർ ഒന്നുമില്ല, ജസ്റ്റ് ചേർത്ത് വെച്ചിട്ട് പോകായിരുന്നു പുള്ളി. ഇൻഡിക്കേറ്ററും ഇല്ല, ഹോണും ഇല്ല, ഒന്നുമില്ല. പുള്ളി ജസ്റ്റ് അങ്ങ് ചേർത്ത് വെച്ച് പുള്ളി അങ്ങ് പോവാം, പുള്ളിയുടെ പാട്ടിന് അങ്ങ് പോവാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോഴായാലും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട KSRTC കേട്ടോ. KSRTC എന്ന് പറയണ്ട, എനിക്ക് തന്നെ പേടിയാണ്. കാരണം ഈ സാധനം വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തും പോലുമില്ല. നമുക്ക് തന്നെ പേടിയാണ് ഈ വണ്ടിക്ക് വരുമ്പോൾ കാണുമ്പോൾ. നമ്മളപ്പോൾ പിറകെ ഒരു ഓണടി കേൾക്കുമ്പോൾ അതിനെ നമ്മൾ ആ സൈഡ് ഒതുക്കി കൊടുക്കുക ചെയ്യാറ്. അല്ലെങ്കിലേ ശരിയാവില്ല. കാരണം അവർക്കൊന്നും പോകാനില്ല, പോയാലും ഒന്നും പോകില്ല അവർക്ക്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല. കാരണം നമ്മുടെ വണ്ടി പണിയാനും എല്ലാത്തിനും കൂടെ നല്ലൊരു പൈസയാവും. അതുകൊണ്ട് നമ്മൾ KSRTC ആണെങ്കിൽ പരമാവധി ഒതുക്കി കൊടുക്കുകയാണ് പതിവ്. കാരണം നമ്മളിപ്പോൾ ഏകദേശം ഒരു അങ്കമാലിയൊക്കെ എത്താറായി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകിച്ച് കണ്ടന്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടന്റ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ഇല്ല. ഞാനിപ്പോൾ ചുമ്മാ അവിടെ നിന്ന് ഇവിടം വരെ വരുമ്പോൾ നമ്മൾ ഈ റോട്ടിൽ എനിക്കുണ്ടാവുന്ന എക്സ്പീരിയൻസസ് ഉണ്ടല്ലോ, അത് നിങ്ങളെല്ലാവരും കാണിക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ ഇപ്പോൾ വരുന്നൊരു യൂട്ടൺ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള യൂട്ടണുണ്ട്. എപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടാകുന്നൊരു സ്ഥലമാണത്. അപ്പോൾ എനിക്കുണ്ടാവുന്നൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ ടിൽ ദെൻ ബൈ. അപ്പോൾ എന്തായാലും കമൻറ്റുകൾ എഴുതുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണും വരെ ബൈ.